ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോലീസിന് 2 ഉത്തരങ്ങളേ ഉള്ളൂ. പ്രിയങ്കയെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ മറ്റാരോ പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ കൂട്ടുനിന്നു. സർ, കേസിന്റെ ഭാഷയൊക്കെ ആവാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളൊക്കെ ഉണ്ട്. രീതികൾ എനിക്കും ഉണ്ട്. തൽക്കാലം ഞാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോ നമുക്ക് ആ CCTV ഒന്ന് ചെക്ക് ചെയ്യാം. റൂം എവിടെയാ? സർ വരൂ. വാ. പ്രാർത്ഥിച്ചോ, ഇനി അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല. അയ്യോടാ പാവം, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? പൊന്നുമോനെ ഇപ്പൊ പോലീസ് കൊണ്ടുപോവും. കാലന്റെ കണക്ക് പുസ്തകം പരിശോധിക്കായിരിക്കും. ആരെയാ പോലീസുകാർ തൂക്കിക്കൊല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. പോലീസ് വരുന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞ എന്നെ സംശയിക്കും. ഇവളാ ബെസ്റ്റ്. കൽപ്പനെ, സൂര്യ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്ന കാര്യോ, പോലീസിനെ വിളിക്കുന്ന കാര്യോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ സൂര്യ നിന്നോട് എന്താ പറയാറുള്ളത്? ദേ, പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? സൂര്യയോടും വരുണിനോടും സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്നാലേ ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അവളായ അവളുടെ പാടായി.
ഈ ഫുൾ ഫുട്ടേജ് എടുക്കണം. ഓക്കെ സാർ. വേളുവാ. പ്രിയങ്കയുടെ ബോഡി കണ്ട ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പ്രിയങ്ക പുറപ്പെട്ടു പോയി എന്നും അതിനിടയിൽ അപകടം സംഭവിച്ചിരിക്കാം എന്നുമാണ്. ഓർമ്മയുണ്ടല്ലോ അത്? പക്ഷേ CCTV ഫുട്ടേജ് അനുസരിച്ച് പ്രിയങ്കയെ ഈ വീട്ടിനകത്ത് നിന്നാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. സ്വന്തം ഭാര്യ ബെഡ്റൂമിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടും അതേ മുറിയിൽ ഉറങ്ങിയിരുന്ന നിങ്ങൾ അത് അറിഞ്ഞില്ലായിരുന്നോ മിസ്റ്റർ വരുൺ? പോലീസിന് 2 ഉത്തരങ്ങളേ ഉള്ളൂ. പ്രിയങ്കയെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ മറ്റാരോ പ്രിയങ്കയെ കടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ കൂട്ടുനിന്നു. സാർ, പ്രിയങ്കയും ഞാനും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഞങ്ങൾ 2 മുറിയിലായിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. സത്യമായിരുന്നു സാർ. എന്തായിരുന്നു വഴക്ക്? ടെൽ മീ. അത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഞങ്ങൾ തമ്മിൽ ചേരില്ലായിരുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ ഒരു സാധാരണ സംഭവമല്ലേ എന്ന് പറഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ പ്രിയങ്കയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി പല വഴിയും താൻ ഉപയോഗിച്ചു. എന്നിട്ടും അവൾ വഴങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വേറെ ആരോ ഉപയോഗിച്ചു. അതല്ലേ സത്യം? സാർ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയാ അത് ഇവിടെയുള്ളവർ തന്നെ ചെയ്യിച്ചുവെന്ന് നിങ്ങൾ എങ്ങനെയാ ഒരു ധാരണയിലെത്തുന്നത്? കണിമംഗലം എന്താ ക്രിമിനലുകളുടെ താവളമാണോ? അത് ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമല്ലേ? വരുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. എനിക്ക് നിങ്ങളെ മാത്രമല്ല, ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യണം.